ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് പരസ്പരം ക്ഷമിക്കാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക. നീ ക്ഷമിച്ചാൽ മാത്രമേ സ്വർഗസ്നായ പിതാവ് നിന്നോടും ക്ഷമിക്കുകയുള്ളൂ. ഒരു ഉപമയും അവൻ പറയുന്നുണ്ട് അല്ലെ. രാജാവ് സേവകനോട് ക്ഷമിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ. 10,000 താലന്ത് കടപ്പെട്ടവനോട് രാജാവ് ക്ഷമിച്ച് അവനെ വെറുതെ വിടുന്നുണ്ട്. ഈ സേവകൻ എന്നാ എടുത്തു? ഈ സേവകൻ പുറത്തിറങ്ങിയപ്പോൾ തന്റെ സഹസേവകനോട് ക്ഷമിക്കാതെ കടന്നു പോകുന്നത് കാണുന്നുണ്ട് അല്ലെ. 100 ധനാറ കടപ്പെട്ടവനോട് ക്ഷമിക്കാതെ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. ഈ ഉപമയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഈ ധനാറ എന്ന് പറയുന്നത്, ഒരു ധനാറ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലിയാണ്. 100 ദിവസം അധ്വാനിച്ചു കഴിഞ്ഞാൽ ആ സേവകന് സഹസേവകനോടുള്ള കടം തീർക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സേവകന് രാജാവിനോടുള്ള കടം എന്ന് പറയുന്നത് അവന്റെ ജീവിത അവസാനം വരെ അധ്വാനിച്ചാലും തീർക്കാനായിട്ട് സാധിക്കാത്തതാണ്. കാരണം 10,000 താലന്താണ് അവന്റെ കടം എന്ന് പറയുന്നത്. ഒരു താലന്ത് എന്ന് പറയുന്നത് 6,000 ദിനാറയാണ്. അതായത് ഏകദേശം 20 വർഷത്തെ അധ്വാനം. 20 വർഷം അവൻ അധ്വാനിച്ചാൽ മാത്രമേ ഒരു താലന്ത് അവന് ലഭിക്കത്തുള്ളൂ. 10,000 താലന്ത് എന്ന് പറയുന്നത് അവന്റെ ജീവിതം മുഴുവൻ അവൻ അധ്വാനിച്ചാലും അവൻ ഒരിക്കലും അത് വീട്ടാനായിട്ട് സാധിക്കത്തില്ല. അത്രയേറെ കടമുണ്ടായിരുന്ന അവനോട് രാജാവ് ക്ഷമിച്ചപ്പോഴും തന്റെ സഹസേവകനോട് ക്ഷമിക്കാതെ കടന്നു പോകുന്ന ആ വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈശോ ഈ ഒരു ഉപമ പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ തരികയാണ്. നിന്റെ ജീവിതത്തില് നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. വാക്കുകൊണ്ട് ഒരുപക്ഷെ നമുക്കൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് നമുക്കാരോടും വിദ്വേഷമില്ല എന്ന്. വാക്കുകളിലൂടെ ഇത് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ വചനത്തിൽ എന്താണ് പറയുന്നത്? ഹൃദയപൂർവ്വം നീ ക്ഷമിച്ചില്ല എങ്കിൽ നിന്റെ പിതാവായ ദൈവം നിന്നോടും ക്ഷമിക്കുന്നില്ല. എത്രയോ പാപങ്ങള് എന്റെ ജീവിതത്തിലുണ്ട് അല്ലെ. അവയൊക്കെ എന്റെ ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ എന്റെ ജീവിതത്തില് ഞാനും ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം. എത്രമാത്രം ഈ ഒരു ക്ഷമ എന്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും പലരോടുമുള്ള വിദ്വേഷം മനസ്സില് വെച്ചു പുലർത്തി നേടി പകയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഒത്തിരി പേരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച മുറിവുകളായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവർ നമ്മുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയതായിരിക്കാം. ഇങ്ങനെ കുറേയേറെ പേരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. വിദ്വേഷത്തോടുകൂടി അവരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാല് എന്റെ ഈശോ എന്നോട് എന്താ പറയുന്നത്? നീ ക്ഷമിക്കേ. നീ ആത്മാർത്ഥമായിട്ട് അവരോട് ക്ഷമിക്കാനായിട്ട് തയ്യാറായാല് നിന്റെ എത്ര വലിയ പാപങ്ങളും നിന്റെ ദൈവം ക്ഷമിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോടും ഒരു വിദ്വേഷവും ഉണ്ടാവരുത്. ഹൃദയം നമുക്ക് ശൂന്യമാക്കാം, ശുദ്ധമായ ഹൃദയം നേടാം. വിദ്വേഷം ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കത്തില്ല. നമ്മുടെ ജീവിതം മുഴുവൻ അസ്വസ്ഥതയിലൂടെ കടന്നു പോവുക. അതുകൊണ്ട് ഈ അസ്വസ്ഥതകൾ നമുക്ക് മാറ്റുകയാണ്. ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട്. അവരെത്ര വലിയ പാപം എന്നോട് ചെയ്താലും ദൈവസന്നിധിയിൽ അവരോട് ഹൃദയത്തോടു കൂടി ക്ഷമിക്കുവാനായിട്ട്, അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്ത് യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.